ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഈ വീഡിയോ ഫുള്ള് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെല്ലൈക്കൺ കാണും. ആ ബെല്ലൈക്കൺ നിങ്ങൾ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഓൾ എന്ന് പറയുന്നൊരു ഓപ്ഷൻ വരും. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ എൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ എൻ്റെ വീഡിയോ ഫുള്ളും കാണാൻ ശ്രമിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആൻഡ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നോക്കാം. So in this video I'll be sharing my crochet journey. It's been 10 months ഞാൻ ക്രോഷറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ വിചാരിച്ചു നിങ്ങളായിട്ട് ഞാൻ എൻ്റെ ക്രോഷറ്റ് ജേണി ഷെയർ ചെയ്യാം. അപ്പോൾ തുടങ്ങിയാലോ. നമുക്ക് ക്രോഷറ്റിനെ പറ്റി അറിയുന്നത് ത്രൂ ട്വിറ്ററാണ്. നമുക്ക് കുറച്ച് പേർക്ക് അറിയിക്കും എന്തായാലും ഹ്യൂജ് ഫാൻ ഓഫ് K-pop. അപ്പോൾ ഈ K-pop റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻസ് ഒക്കെ ഫസ്റ്റ് വരുന്നത് ട്വിറ്ററിലാണ്. അതുകൊണ്ട് എൻ്റെ ഫോണിൽ മസ്റ്റായിട്ടുള്ളൊരു ആപ്പാണ് ഈ ട്വിറ്റർ. ഒരു കൊറിയൻ ഗേൾ ഗ്രൂപ്പ് ഉണ്ട്, ലസാഫ്രം എന്നാണ് അവരുടെ ഗ്രൂപ്പിൻ്റെ നെയിം. 5 മെമ്പേഴ്സ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളൊരു ഗ്രൂപ്പാണ്, ഒരു K ഗ്രൂപ്പ്. അപ്പോൾ എന്താ പറയുക, അവർ 2024 മാർച്ച് ഏപ്രിൽ ഏതാണ്ട് ആ ഒരു ടൈമിൽ അവരൊരു മ്യൂസിക് റിലീസ് ചെയ്യുന്നുണ്ടായിരുന്നു, സ്മാർട്ട് എന്ന് പറഞ്ഞൊരു മ്യൂസിക് വീഡിയോ. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ആഫ്രോബീറ്റ്സ് ഒക്കെ ഉള്ളൊരു നല്ല വൈബ് സോങ്ങാണ്, എനിക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഈ ഒരു മ്യൂസിക് റിലീസ് ചെയ്ത് കഴിയുമ്പോൾ ഓരോ ഷോയിൽ നമ്മൾ പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യണമല്ല, പെർഫോം ചെയ്യണം. പോയി പെർഫോം ചെയ്യണം. അപ്പോൾ എംനെറ്റ് എന്ന് പറഞ്ഞൊരു ഷോയ്ക്ക് ഇവർ ഈ മ്യൂസിക് എന്താ പറയുക പെർഫോം ചെയ്യാൻ പോയപ്പോൾ അവർ എല്ലാവരും, അതായത് 5 മെമ്പേഴ്സ് ഔട്ട്ഫിറ്റിൻ്റെ കൂടെ അവർ സ്റ്റൈൽ ചെയ്തത് ക്രോഷറ്റഡ് ആയിട്ടുള്ള ടോപ്പും പിന്നെ ഹെയർ ആക്സസറിയും അതുപോലെ തന്നെ സ്കേർട്ടും അങ്ങനെ കുറേ ഇല്ല, ആവശ്യത്തിന് അവർ സ്റ്റൈൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോൾ ഞാൻ സൈഡിൽ പിക്ക് കാണിക്കാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കൂടുതൽ എന്താണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അവരിങ്ങനെ സ്റ്റൈൽ ചെയ്തിട്ടുണ്ടായിരുന്നു ക്രോഷറ്റഡ് ആയിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ അന്ന് കണ്ടപ്പോൾ ഓക്കെ കൊള്ളാം, നന്നായിട്ടുണ്ട്, നമുക്കറിയത്തില്ല, അതുകൊണ്ട് കൊള്ളാമെന്ന് പറഞ്ഞ് ഞാനങ്ങ് വിട്ടു. പിന്നെ ട്വിറ്ററിൽ കൂടെ എന്തോ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയ വഴിക്ക് ഇങ്ങനെ ഒരു ട്വീറ്റ് കണ്ടായിരുന്നു, സക്കൂറ ഇങ്ങനെ ക്രോഷറ്റ് ചെയ്യുന്നത് ഫ്ലൈറ്റിൽ എങ്ങോട്ടോ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ക്രോഷറ്റ് ചെയ്യുന്നത്. ഞാൻ അപ്പോൾ വിചാരിച്ചു ഫ്ലൈറ്റിലൊക്കെ ഫ്ലൈറ്റിൽ പോകുമ്പോൾ ചെയ്യുന്നൊരു സംഭവമായിരിക്കും ഇത് എന്നാണ് ഞാൻ വിചാരിച്ചത്. അങ്ങനെ ചെയ്തായിരിക്കും. ഓക്കെ അങ്ങനെ ഞാൻ അന്നത് കണ്ടിട്ട് വിട്ടു. പിന്നെ അതിൻ്റെ താഴെ, അതായത് ഈ ഒരു എംനെറ്റിൻ്റെ ഈ ഷോയും പിന്നെ ഈ ഒരു ക്രോഷറ്റും ഒക്കെ വെച്ചിട്ട് പറഞ്ഞു സക്കൂരയായിരുന്നു ഈ ഒരു എംനെറ്റിൻ്റെ ഷോയ്ക്ക് പോയപ്പോൾ ഈ ഒരു ക്രോഷറ്റ് ചെയ്ത സാധനങ്ങളൊക്കെയാണ് ഈ മെമ്പേഴ്സ് ഇട്ടിരിക്കുന്നത് പോലും. പിന്നെ ഒരു സംഭവം പിടിച്ചിട്ട് എന്തോ ചെയ്യുന്നു, അങ്ങനെ ഇങ്ങനെയൊക്കെ ആക്കാൻ പറ്റി. ആകെ അങ്ങ് എന്താ പറയുക ഐഡിയ കിട്ടിയില്ല, നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ മെഷീൻ മെയ്ഡ് ആയിട്ടുള്ള ക്ലോത്ത്സേ കണ്ടിട്ടുള്ളൂ, പക്ഷേ ഇതൊരു വെറൈറ്റി സംഭവമായിരുന്നു. അപ്പോൾ കേട്ടപ്പോൾ അതെങ്ങനെ അങ്ങനെ അത് കേട്ടു, കുറച്ച് എന്താ ഒരു അത്ഭുതം പോലൊരു സംഭവം തോന്നി. അങ്ങനെ അതവിടെ വിട്ടു. പിന്നെ നമ്മുടെ ഒരു സോഷ്യൽ മീഡിയയിലെ ആൽഗോരിതം അറിയാമല്ലോ, നമ്മളിപ്പോൾ ഒരു സാധനം കണ്ട് ഇൻട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതുപോലത്തെ വീഡിയോസ് നമുക്ക് പിന്നെ ത്രൂ ഔട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ എനിക്കും അങ്ങനെ കുറേ വീഡിയോസ് വന്നു. ആദ്യമേ ഇങ്ങനെ ഒരു ക്രോഷറ്റിങ്ങിൻ്റെ എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല, 10 മാസം മുന്നേ ആയിരുന്നു. അപ്പോൾ എന്തോ വീഡിയോ ഇങ്ങനെ വന്നു. അപ്പോൾ അത് കണ്ട് കൊള്ളാം, ലൈക്ക് അടിച്ചു. പിന്നെ അതിന് ശേഷം പിന്നെ അതുപോലത്തെ കുറേ വീഡിയോസ് ഇങ്ങനെ വരാൻ തുടങ്ങി. വന്ന് ഇങ്ങനെ കുറേ കണ്ടു, എല്ലാം ഇഷ്ടപ്പെട്ടു, ലൈക്ക് അടിച്ചു. കുറേയൊക്കെ ഞാൻ സേവും ചെയ്ത് വെച്ചു ഇൻസ്റ്റയിൽ. ഇപ്പം ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സംഭവം ഇൻസ്റ്റാഗ്രാമിൽ സേവ് ചെയ്യുകയാണെങ്കിൽ അതെനിക്ക് പിന്നെ നല്ല രീതിയിൽ യൂസ്ഫുൾ ഉണ്ടാവുമെന്ന് എനിക്കൊരു ഐഡിയ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ അത് സേവ് ചെയ്തത്. എന്ന് വെച്ചാൽ ഈ ഒരു ക്രോഷറ്റിൻ്റെ കാര്യത്തിൽ ഇത് നടക്കുന്ന എനിക്കൊരു ഐഡിയ ഇല്ലായിരുന്നു, എങ്കിൽ പോലും ഞാനത് സേവ് ചെയ്ത് വെച്ചു. ബൈ ചാൻസ് എങ്കിലും എനിക്ക് ഇത് പഠിക്കാൻ പറ്റിയാൽ, ഇപ്പോഴല്ല പിന്നെ എപ്പോഴേലും ഇത് പഠിക്കാൻ പറ്റിയാൽ നല്ലതായിരിക്കുമല്ലോ, അങ്ങനെ എന്ന് പറഞ്ഞ് സേവ് ചെയ്ത് വെച്ചാണ്. അപ്പോൾ അപ്പോഴും എനിക്കൊരു ഐഡിയ ഇല്ല, ഇതിൻ്റെ സാധനങ്ങളൊക്കെ എവിടെ വാങ്ങിക്കാൻ കിട്ടും, ഈ നൂല് ഇതൊക്കെ എവിടെ വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു ഐഡിയ ഇല്ല. എങ്കിലും എനിക്കൊരു ഹോപ്പ് ഉണ്ടായിരുന്നു, കിട്ടും, നമ്മുടെ ഈ ഒരു ലൊക്കാലിറ്റി തന്നെ കിട്ടുമെന്ന് എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 9 ഇയേഴ്സ് മുന്നേ ഞാൻ 5th പഠിച്ചത്. അപ്പോൾ എനിക്ക് ജിയോഗ്രഫിക്കകത്തൊരു പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു. 5th 6th തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ 6th തോന്നുന്നു. അപ്പോൾ 6th എനിക്ക് ജിയോഗ്രഫിയിൽ ഒരു പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു. ലാറ്റിറ്റ്യൂഡും ലോങ്ങിറ്റ്യൂഡും ഇങ്ങനെ വരച്ചിട്ട് അതിൻ്റെ മണ്ടയിൽ കൂടെ യാൺ വെച്ചിട്ട് നമ്മൾ ഒട്ടിക്കണം. അപ്പോൾ നമ്മളിത് യാണാണെന്ന് എനിക്കറിയത്തില്ല, നൂലാണെന്നും പറയത്തില്ല, കാരണം സാധാ എനിക്കറിയാവുന്ന നൂലെന്ന് വെച്ചാൽ ചെറിയ നമ്മൾ ഡ്രസ്സൊക്കെ തയ്ക്കാൻ എടുക്കത്തില്ല, ആ നൂലിനെ എനിക്കറിയത്തുള്ളൂ. അപ്പോൾ എൻ്റെ കൂടെ പഠിച്ച 1-2 പേരൊക്കെ ആ സാധാ നൂല് വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു ഇത് പറ്റത്തില്ലെന്നാണോ, എനിക്ക് ഓർമ്മയില്ല കൃത്യമായിട്ട്. അങ്ങനെ കുറച്ച് ചെയ്തുകൊണ്ട് വന്നായിരുന്നു. ചിലപ്പോൾ അത് ടിക്ക് ചെയ്തങ്ങ് വിട്ടെന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല ഇപ്പോൾ. അപ്പോൾ എനിക്കും ഈ സംഭവം വാങ്ങിക്കണമല്ലോ. അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു ഇങ്ങനെ ഈ ഒരു പർട്ടിക്കുലർ ഷോപ്പിൽ കിട്ടും, ഇപ്പോൾ എല്ലാവരും അവിടെ നിന്നാണ് വാങ്ങിച്ചത്. അപ്പോൾ ഞാൻ അച്ഛനെ പറഞ്ഞു വിട്ടു, അച്ഛൻ അവിടെ പോയി വാങ്ങിച്ചുകൊണ്ട് വന്നു.
അങ്ങനെ അത് കൊണ്ടുവന്ന് പ്രൊജക്റ്റൊക്കെ ചെയ്തു. അപ്പോൾ എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു, ഇത് ഇവിടെയൊക്കെ കിട്ടും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കി, ഇങ്ങനെ ഒരു സംഭവം, ഇങ്ങനെ വൂളൊക്കെ നമ്മുടെ അടുത്ത് എവിടെയെങ്കിലും വാങ്ങിക്കാൻ കിട്ടുവാണ്. അപ്പോൾ പറഞ്ഞത് കിട്ടത്തില്ലെന്നാണ് കാണിക്കുന്നത്. കൊച്ചി അങ്ങനത്തെ സ്ഥലത്തൊക്കെ കിട്ടുന്നങ്ങനെ കാണിച്ചിട്ടൊന്നുമില്ലെങ്കിലും അങ്ങനെയുള്ള വലിയ വലിയ മോളിലൊക്കെ ചിലപ്പോൾ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ നടക്കത്തില്ലെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ എനിക്ക് ആമസോണിൽ നിന്ന് കുറേ ഇതിങ്ങനെ വന്നു, ആഡ് വന്ന് ഇൻസ്റ്റയിലാട്ടോ ആഡ് വരുന്നത്. അങ്ങനെ ഒന്നും കിട്ടത്തില്ലെന്ന് മനസ്സിലായി. ഇങ്ങനെ പോയപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ വന്ന ഒരു ദിവസം അങ്ങനെ എനിക്കൊരു ആഡ് വന്നു, ഇങ്ങനെ ഡിസയർ യാൺ എന്നൊക്കെ പറഞ്ഞ് വന്നു. അങ്ങനെ ഡിസൈൻസ് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ഓൺലൈനിൽ നിന്നെങ്കിലും വാങ്ങിക്കാൻ കിട്ടുമല്ലോ. അങ്ങനെ ഞാൻ വേഗം ആമസോണിലേക്ക് പോയി അവിടെ ചെന്ന് കുറേ സെർച്ചൊക്കെ ചെയ്തപ്പോൾ എനിക്ക് കുറേ കളർ ഓഫ് യാൺസൊക്കെ കാണാൻ പറ്റി. എല്ലാം വാങ്ങിക്കാൻ പറ്റിയായിരുന്നെങ്കിൽ കൊള്ളായിരുന്നെന്ന് എനിക്ക് തോന്നി. ബട്ട് നമുക്ക് എല്ലാം കൂടി വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പൈസയാവും, സത്യമാണ്. ഇപ്പോൾ ഒരു ബോൾ ഓഫ് യാണിൻ്റെ പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അറൗണ്ട് 200 വരും. അത് പിന്നെ ക്വാളിറ്റി, പിന്നെ ഒരു ബ്രാൻഡ് അനുസരിച്ച് പല പ്രൈസായിരിക്കും. പിന്നെ നമ്മൾ വാങ്ങുന്ന യാൺ ടൈപ്പ് അനുസരിച്ച് അതിൻ്റെ പ്രൈസ് കൂടും കുറയും, അങ്ങനെയൊക്കെ കുറച്ച് സംഭവമുണ്ട്. അപ്പോൾ എനിക്ക് ഇത്രയും സംഭവങ്ങൾ എൻ്റെ ബിഗിനിങ് സ്റ്റേജിൽ എനിക്ക് ഇത്രയും സംഭവങ്ങൾ ഉണ്ടാക്കണം എന്ന് എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു. ക്രോഷറ്റ് ബോൾ, പിന്നെ എന്തെങ്കിലും ഫ്ലവേഴ്സോ ചെറി, പിന്നെന്താ സ്ട്രോബെറി, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ ഉണ്ടാക്കണം എന്ന് എനിക്കുണ്ടായിരുന്നു. ഗ്രീൻ, റെഡ്, ബ്ലൂ, യെല്ലോ, അങ്ങനത്തെ കുറച്ച് ബ്രൗൺ കളേഴ്സൊക്കെ എനിക്ക് വേണമെന്നുണ്ടായിരുന്നു. എല്ലാം കൂടി ആഡ് ടു കാർട്ട് ചെയ്തു. പിന്നെ വീഡിയോസൊക്കെ കണ്ടൊരു ഐഡിയ വെച്ചിട്ട് ഹുക്കും അതുപോലെ തന്നെ ഈ ഒരു യാണും മാത്രമല്ല, സ്റ്റിച്ച് മാർക്കർ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സ്റ്റിച്ച് കൗണ്ടർ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു. നീഡിൽ, ഇങ്ങനെ നമ്മൾ സാധാ യൂസ് ചെയ്യുന്ന നീഡിലില്ല, കുറച്ചും കൂടി നല്ല കട്ടിയുള്ള നൂലൊക്കെ ഇടാനല്ലേ, തിക്കായിട്ടുള്ള നൂലിടാനായിട്ടുള്ള വലിയ ഹുക്കല്ലല്ലോ നീഡിൽ, ഇതെല്ലാം വേണം. അപ്പോൾ ഇതെല്ലാം ഞാൻ സെപ്പറേറ്റ് നോക്കിയെടുത്തപ്പോഴത്തേക്കും അറൗണ്ട് ഒരു 1K വന്നു. അപ്പം ഇത് വാങ്ങിക്കുന്നത് വരെ ഓക്കെ, ഇത് വാങ്ങിച്ച് ഞാനിത് ക്രോഷറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന സംഭവമല്ല ക്രോഷറ്റായിട്ട് വരുന്നുണ്ടെങ്കിൽ അത് നമ്മൾ അത്രയും പൈസ സ്പെൻഡ് ചെയ്ത് വാങ്ങിച്ചിട്ട് അത് നന്നായിട്ട് വന്നില്ലെങ്കിൽ നമുക്ക് ഗിൽറ്റ് ഫീൽ ചെയ്യില്ല. അതുകൊണ്ട് ഞാൻ വേണ്ട, ഇപ്പം തൽക്കാലത്തേക്ക് വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ പോയി. കാരണം ഇതെല്ലാം കൂടി 1Kക്ക് വാങ്ങിക്കുന്ന എനിക്കും അത്ര ഫെയർ ആയിട്ട് തോന്നിയില്ല. പിന്നെ ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്കൊരു ആഡ് വന്നു ഫ്ലിപ്കാർട്ടിൻ്റെ. അതിനകത്തൊരു ബിഗിനേഴ്സ് ടൂൾ കിറ്റ് അങ്ങനെ എന്തൊരു സംഭവമായിരുന്നു. അങ്ങനെ അതിനകത്ത് ആക്ച്വലി എല്ലാ സംഭവങ്ങളും ഉണ്ടായിരുന്നു. ഹുക്ക്, സ്റ്റിച്ച് മാർക്കർ, സ്റ്റിച്ച് കൗണ്ടർ, പിന്നെ എക്സ്ട്രാ ടേപ്പും കാര്യങ്ങളും വരെ ഉണ്ടായിരുന്നു. നീഡിൽ, അതും 5 നീഡിൽ അങ്ങനെ ഉണ്ടായിരുന്നു, വലുത് ചെറുത് അങ്ങനെ 5 നീഡിൽസ്, അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ എനിക്കത് യൂസ്ഫുൾ ആവുമെന്ന് എനിക്ക് തോന്നി. തന്നെയല്ല അതിൻ്റെ പ്രൈസ് നല്ല റീസണബിൾ ആയിരുന്നു. ഇപ്പോൾ ഒരു 300 താഴെയായിരുന്നു എന്തായാലും, അതെനിക്ക് ഓർമ്മയുണ്ട്. അങ്ങനെ ഉണ്ടപ്പോൾ ഓക്കെ, അങ്ങനെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊരു സംഭവം കിട്ടി. ഇനി അടുത്തത് നമുക്ക് യാൺ വേണം. ഓക്കെ, അപ്പോൾ യാൺ അവിടെ കണ്ടപ്പോൾ ഒരു ബോളിന് 150 അറൗണ്ടൊക്കെ വരുന്നുണ്ട്. പിന്നെ എനിക്ക് ഇതും ഇങ്ങനെ കാണാൻ ചെറിയ പ്രൈസിൽ കിട്ടിയായിരുന്നെങ്കിൽ വെച്ചപ്പോൾ അങ്ങനെ ആ ഒരു സ്ലൈഡിൽ തന്നെ ഇങ്ങനെ അങ്ങോട്ട് സ്വൈപ്പ് ചെയ്ത് നോക്കിയപ്പോൾ 22 പീസ് ഓഫ് യാൺ ഒരു കവറിൽ, അങ്ങനെ പല കളേഴ്സിൽ. എനിക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പല കളേഴ്സായിരുന്നു. ബിക്കോസ് എനിക്കിപ്പോൾ ഒരു കളർ വെച്ച് എല്ലാ പ്രൊജക്റ്റും ചെയ്യാൻ താല്പര്യമില്ല. പല കളേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ട്യൂട്ടോറിൽ കാണുന്ന അതേ കളർ എടുത്ത് നമുക്ക് ചെയ്യാം. അപ്പോൾ എനിക്ക് തോന്നി ഇത് എനിക്ക് അപ്പോഴും നമുക്ക് ഡൗട്ടുണ്ട് ഇത് ക്വാളിറ്റി. ബിക്കോസ് ഫ്ലിപ്കാർട്ടൊക്കെ ആയതുകൊണ്ട് നമുക്ക് ക്വാളിറ്റി ട്രസ്റ്റിങ്ങിൻ്റെ കാര്യത്തിൽ കുറച്ച് ഇഷ്യൂ ഉണ്ട്. അതുകൊണ്ട് ഞാൻ ആൾക്കാരുടെയൊക്കെ റിവ്യൂസൊക്കെ നോക്കി. അപ്പോൾ ആൾക്കാർ പറഞ്ഞു കൊള്ളാം, നന്നായിട്ടുണ്ട്. ഇവരെ ഈ വാങ്ങിച്ചവരെല്ലാം ബിഗിനേഴ്സ് അല്ലായിരുന്നു ആക്ച്വലി. ആരും നല്ല ടോയ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇത് വാങ്ങിച്ച് കഴിഞ്ഞ് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ നല്ല മുയലിനെയും അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഞാനും റിവ്യൂസ് കണ്ട് 13,000 റിവ്യൂസ് ഉണ്ടായിരുന്നു ആക്ച്വലി. 13,000 റിവ്യൂസ് ഉണ്ടായിരുന്നു. അപ്പം ഓക്കെ വാങ്ങിച്ചേക്കാൻ പറഞ്ഞു, അതും കാർട്ട് ചെയ്ത് വെച്ചു. പിന്നെ നമുക്ക് അടുത്ത കാര്യം വെച്ച് കഴിഞ്ഞാൽ പെർമിഷൻ വാങ്ങിക്കണം, ഇത് വാങ്ങിക്കുകയാണ്. എൻ്റെ വീട്ടിൽ നിന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഓൺലൈനിൽ നിന്ന് അധികം സംഭവങ്ങൾ വാങ്ങിക്കുന്നത് ഇഷ്ടമല്ല. എപ്പോഴും ഇങ്ങനെ കൊറിയർ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നത്, ഇങ്ങനെ വാങ്ങിച്ച് വയ്ക്കുന്നത് ഭയങ്കര ടാസ്ക്കാണ്. ഒരു ഒക്ടോബർ, നവംബർ ഏതാണ്ട് ഈ ഒരു ടൈം റേഞ്ച് ആയിരുന്നു ആ ഒരു വർഷത്തിൽ. അപ്പോഴത്തേക്കും ഞാൻ എല്ലാം കണ്ടുപിടിച്ചു, ട്യൂട്ടോറിയൽസ് എല്ലാം കണ്ടുപിടിച്ചു. അങ്ങനെ ഹുക്കും യാണും ഒക്കെ വാങ്ങുന്നതിനെ പറ്റി എല്ലാം സെറ്റാക്കി വെച്ചെങ്കിൽ നമ്മൾ അച്ഛനോട് ഇൻട്രോഡ്യൂസ് ചെയ്തിട്ട് വാങ്ങിക്കണം. അപ്പോൾ അതിന് മുന്നേ ഇങ്ങനെ ഒരു സംഭവമാണ് നമ്മൾ അറിയണമല്ലോ. അങ്ങനെ ഞാൻ ചെന്ന് കാണിച്ചു വെച്ചാൽ ഇങ്ങനൊരു സംഭവമുണ്ട്, റീൽസൊക്കെ കൊണ്ട് ഞാൻ കാണിക്കണം. കണ്ടോ ഇത് ഉണ്ടാക്കിയുണ്ടോ, കൈവച്ചാ ഇങ്ങനെ ചെയ്തൊക്കെ ഇങ്ങനെ കാണിച്ചാൽ അച്ഛൻ പറഞ്ഞ് കൊള്ളാം അച്ഛൻ ഇഷ്ടപ്പെട്ടു, സംഭവമൊക്കെ ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെ പഠിച്ചാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു, എന്താ അഭിപ്രായം? അച്ഛൻ പറഞ്ഞു പഠിച്ചോ, വെറുതെ പഠിക്കാൻ പറ്റുന്ന ഇതൊക്കെ സംഭവങ്ങൾ വാങ്ങിക്കണമല്ലോ. അപ്പോൾ
ഞാൻ പറഞ്ഞാൽ എനിക്ക് സംഭവങ്ങളുണ്ട് കുറച്ച് വാങ്ങിക്കാനായിട്ട്, അപ്പോൾ കുറച്ച് പൈസയാവും, വാങ്ങിക്കട്ടേന്ന് ചോദിച്ചു. അച്ഛൻ എങ്ങനെയോ അതിന് എസ് പറഞ്ഞത്. എനിക്ക് എപ്പോഴും ഒരു ഐഡിയ ഇല്ല. സാധാരണ അച്ഛൻ ഒരു സംഭവം അങ്ങനെ ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കാൻ സമ്മതിക്കാത്തന്നെ, എന്തോ ഇതിൻ്റെ കാര്യത്തിൽ അങ്ങ് സമ്മതിച്ചു, ഇങ്ങനെ ഒരു സമ്മതം കിട്ടി എനിക്ക്. അപ്പോൾ പിന്നെ എനിക്കങ്ങ് ഭയങ്കര ഒരു എന്താ പറയുക, ഒരു പവർ കിട്ടി. ഓക്കെ എന്നാലും നടക്കുമെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ സംഭവങ്ങളൊക്കെ ആഡ് ടു കാർട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോഴത്തേക്ക് വാങ്ങിക്കാനുള്ള പൈസ ഞാൻ ഒപ്പിച്ചെടുക്കണമല്ലോ. അങ്ങനെ ഇത് വാങ്ങിക്കുന്നത് ജാനുവരിയിലായിരുന്നു. ജാനുവരി ആ ഒരു ബിഗിനിങ് ടൈമിലായിരുന്നു വാങ്ങിക്കുന്നത്. അങ്ങനെ ഞാൻ ആദ്യമേ വാങ്ങിച്ചത് ക്രോഷറ്റിൻ്റെ ആ ഒരു ടൂൾ കിറ്റായിരുന്നു. അങ്ങനെ അതായിരുന്നു ആദ്യമേ വാങ്ങിയത്. അപ്പോൾ ഇത് നമ്മൾ യൂസ് ചെയ്ത് നോക്കണം, അതെല്ലാം കണ്ടു കൊള്ളാം പറഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കിറ്റിനകത്ത്. അങ്ങനെ നമ്മളിത് ട്രൈ ചെയ്ത് നോക്കണമല്ലോ. എനിക്കാണെങ്കിൽ ഒന്ന് ചെയ്താൽ മതി എന്ന് മാത്രമായിരുന്നു. വന്നു കഴിഞ്ഞപ്പോൾ വെറുതെ ഇരിക്കണം, ചെയ്യണമെന്നായി. അപ്പോൾ ഞാനിങ്ങനെ ആ ഒരു ടൈം, അതിനൊക്കെ മുന്നേ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, ടീഷർട്ട് യാൺ എന്നൊരു സംഭവമാണ്. ഈ യാൺസ് തന്നെ പല ടൈപ്പ് ഉണ്ട്, ആക്രിലിക്, കോട്ടൺ, ചെനായിൽ, ടീഷർട്ട് യാൺ, അങ്ങനെ കുറേ യാൺസ് ഉണ്ട്. അപ്പോൾ ടീഷർട്ട് യാൺ ഉണ്ടാക്കാനായിട്ട് ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ടീഷർട്ട് ഇങ്ങനെ കീറിയിട്ട് ഇങ്ങനെ ലോങ് ആയിട്ട് വലിച്ച് അങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത്. എനിക്ക് അങ്ങനെ ഒരു ഐഡിയ കിട്ടി. അപ്പോൾ അതൊക്കെ ഇങ്ങനെ വെച്ച് ആലോചിച്ചപ്പോൾ എനിക്കൊരു ഐഡിയ, എന്നാൽ പിന്നെ ഇവിടെ ഉള്ള എന്തെങ്കിലും വെച്ച് ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മൾ സാധാരണ തയ്ക്കുന്ന നൂലല്ലേ, അത് ഞാൻ 2, 3, 4 ഇങ്ങനെ മടക്കി ഒന്ന് ട്രൈ ചെയ്ത് നോക്കി, യാണാക്കാൻ നോക്കി. ബട്ട് അതങ്ങോട്ട് സക്സസ്ഫുൾ ആയില്ല. അതുകൊണ്ട് പിന്നെ വേറെ എന്തെങ്കിലും ഞാൻ ഇങ്ങനെ ആലോചിക്കണമല്ലോ, എന്തെങ്കിലും ചെയ്യണം, എനിക്ക് ചെയ്ത് നോക്കണം എന്നായി. അതുകൊണ്ട് ഇങ്ങനെ ഇവിടെയൊക്കെ ഇങ്ങനെ നോക്കിയപ്പോൾ എനിക്കൊരു യൂസ് ചെയ്യാത്തൊരു ക്ലോത്ത് കിട്ടി. അപ്പോൾ ഇത് ഞാനിങ്ങനെ നീളത്തിൽ നല്ല ലോങ് ആയിട്ട് കീറിയെടുത്തു. അങ്ങനെ ലോങ് ആയിട്ട് ഞാൻ കീറിയെടുത്തിട്ട് ഒരു യാണിൻ്റെ തിക്നെസ് എങ്ങനെ ഉണ്ടാവുമെന്ന് കണ്ട ഒരു വീഡിയോസിലൊക്കെ കണ്ട ഒരു ഇത് വെച്ചിട്ട് ഞാൻ ഒരു 4 mm ഹുക്ക് എടുത്തു. അങ്ങനെ 4 mm ഹുക്കിന് ചേരുന്ന രീതിയിൽ ഞാൻ ആ ഒരു ക്ലോത്തിനെ കീറിയെടുത്തു. എന്നിട്ട് അതിലായിരുന്നു ഞാൻ ഫസ്റ്റ് ക്രോഷറ്റ് ചെയ്തത്. ഇങ്ങനൊരു സംഭവം ആരും ചെയ്ത് കാണത്തില്ല, കാരണം എല്ലാവരും ക്രോഷറ്റ് ചെയ്യാൻ ഫസ്റ്റ് ചെയ്ത് തുടങ്ങുന്നത് യാൺ വെച്ചിട്ടറിയാം. ഞാൻ മാത്രമേ എൻ്റെ ഒരു, കാരണം പഠിക്കാൻ എനിക്കതങ്ങ് പഠിച്ചാൽ മതി എനിക്ക് ഭയങ്കര ഇഷ്ടം, എനിക്ക് കണ്ടുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് എന്തായാലും ചെയ്ത് നോക്കണം എന്നുള്ളൊരു ഐഡിയ ഉണ്ടല്ലോ. അപ്പോൾ ചെയ്യണം എന്നങ്ങനെ വിചാരിച്ചങ്ങനെ ഞാൻ അത് കീറിയെടുത്ത് പിന്നെ ഫസ്റ്റ് സ്ലിപ്പ് നോട്ടും സിംഗിൾ ക്രോഷറ്റും ചെയിനും ഡബിൾ ക്രോഷറ്റും ട്രിപ്പിൾ ക്രോഷറ്റും എല്ലാം ഞാൻ അത് ചെയ്തു. മാജിക് റിങ് മാത്രം ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അതെനിക്ക് പഠിച്ചെടുക്കാൻ അത്യാവശ്യം നല്ല ടൈം. ഞാൻ ഏപ്രിൽ മെയ് ആ ഒരു ടൈമിലാണ് ആക്ച്വലി ഞാൻ ഈ മാജിക് റിങ് എന്ന സംഭവം പഠിക്കുന്നത് തന്നെ. എന്നിട്ടാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തന്നെ തുടങ്ങിയത്. ആക്ച്വലി എനിക്ക് യൂട്യൂബ് ചാനൽ ജാനുവരി തുടങ്ങണമെന്നായിരുന്നില്ല അത്. ബട്ട് കുറേ എന്താ പറയുക, എൻ്റെ മടിയും പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് അത് ഞാൻ നീണ്ടുപോയി. കുഴപ്പമില്ല, എന്തായാലും പിണ്ടല്ലോ. അപ്പോൾ അങ്ങനെ എന്താ ചെയ്തു. അങ്ങനെ ഞാൻ ഫസ്റ്റ് ഡേ ഹുക്ക് വന്നപ്പോൾ തന്നെ, അത് ഹുക്കിൻ്റെ കിറ്റ് വന്നപ്പോൾ തന്നെ എല്ലാം ചെയ്തു. അച്ഛനെ കൊണ്ട് കാണിച്ചു വെച്ചാൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. എനിക്ക് തന്നെ ഒരു സ്വന്തമായിട്ടൊരു ഇതുള്ളൂ, ചെയ്യാൻ പറ്റുന്നുണ്ട്. നന്നായി, എന്തായാലും പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ട് നഷ്ടമൊന്നും ഉണ്ടായില്ല, പറ്റുന്നുണ്ടെന്ന് പറഞ്ഞാൽ അച്ഛനെ കാണിച്ച് ഓക്കെ. അപ്പോൾ ഇനി നൂലും കൂടി വേഗം വാങ്ങിക്കാൻ പറ്റും. അങ്ങനെ അന്ന് തന്നെ ഞാൻ യാൺസ് എല്ലാം ഓർഡർ ചെയ്തത്. അത് 22 പീസസ് ഉള്ള ആ ഒരു 325 അറൗണ്ട് വരുന്ന ആ ഒരു പാക്ക് ഓഫ് യാൺസ് വാങ്ങിച്ചു. എനിക്കതിൽ കുറേ ആണെന്നുള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഫെയർ ആയിട്ട് എനിക്ക് തോന്നി. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞപ്പം എൻ്റെ കൊറിയർ വന്നു, വാങ്ങിച്ചു. അന്ന് വാങ്ങിക്കുന്ന സമയത്ത് എൻ്റെ ആൻറ്റി ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ആൻറ്റി, എനിക്ക് പെട്ടെന്ന് നമ്മൾ എടുത്ത് നോക്കി നമ്മൾ തുറന്ന് നോക്കണമല്ലോ സംഭവങ്ങളൊക്കെ എല്ലാം ഉണ്ടോ എങ്ങനെ ഉണ്ടെന്നൊക്കെ നോക്കണം. അങ്ങനെ ആൻറ്റിയും കണ്ടായിരുന്നു, ഞാൻ ഇത് ഓപ്പൺ ചെയ്യുന്നതൊക്കെ കണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് ചെയ്ത് നോക്കാമെന്ന് വേഗം ഹുക്ക് എടുത്തുകൊണ്ട് വന്ന് ചെയ്യാൻ തുടങ്ങി. സ്ലിപ്പ് നോട്ട് ചെയ്തു, കുഴപ്പമൊന്നുമില്ല. എനിക്കങ്ങോട്ട് ചെയിൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. യാൺ DK യാണിൻ്റെ അത്രയും തിക്നെസ്സേ ഉള്ളായിരുന്നു. ബിഗിനേഴ്സിന് പറ്റിയത് കുറച്ച് കട്ടിയുള്ള യാണാണെങ്കിൽ അത്രയും നല്ലതാണ്. ബട്ട് എനിക്ക് കിട്ടിയത് ആ തിന്നാണുള്ള DK യാൺ പോലത്തെ ഒരു യാണായിരുന്നു. അപ്പോൾ ചെയ്യാൻ തുടങ്ങി, ഞാൻ ക്രോഷറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ചെയിൻസ് ഉണ്ടാക്കാൻ നോക്കി, ബട്ട് നടക്കുന്നില്ല. അപ്പം ആൻറ്റി അവിടെ നിൽക്കുന്നതുകൊണ്ട് എല്ലാം കൂടി എനിക്ക് ആകെ ടെൻഷൻ കയറി. ചെയ്യാൻ പറ്റും, എനിക്ക് ഭയങ്കര വിഷമമായി. അപ്പോൾ ആൻറ്റി ഒന്നും നടക്കത്തില്ലെന്ന് മനസ്സിലായി, ആൻറ്റി അങ്ങനെ പോയി. അപ്പോൾ പിന്നെ ഞാൻ പെട്ടെന്ന് ട്യൂട്ടോറിയൽസൊക്കെ എടുത്ത് നോക്കാൻ തുടങ്ങി. ആൻറ്റി പോയപ്പോൾ തന്നെ ലാപ്പ് എടുത്തുകൊണ്ടൊന്നും എല്ലാം നോക്കാൻ തുടങ്ങി. അങ്ങനെ ഓക്കെ അങ്ങനെ കുറേ ടൈം എടുത്ത് അങ്ങനെ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ചെയിൻസ് ഉണ്ടാക്കി. ചെയിൻസ് എങ്ങനെ ആയി വന്ന് ചെറിയ ആണെങ്കിൽ അന്ന് ഞാൻ പിടിക്കുന്നത് ഇങ്ങനെയായിരുന്നു. ഞാൻ ആദ്യമേ ഞാൻ കണ്ടിട്ടുള്ള കുറേ ക്രോഷറ്റേഴ്സും ഇങ്ങനെയാണ് പിടിക്കുന്നത്.
ഇങ്ങനെ ഫസ്റ്റിൽ പിടിക്കുന്നത് ഇതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനായിരുന്നു അവർ ഞാൻ ഹോൾഡ് ചെയ്യുന്ന ഒരു രീതി. പിന്നാണ് ഞാൻ ഈ ഒരു ഇൻഡെക്സ് ഫിംഗറിൽ ഇങ്ങനെ ആക്കിയിട്ട് ചെയ്യുന്നത്. അത് ആയെടുക്കാൻ, അതായത് അങ്ങനെ ഒരു രീതിയിൽ നമ്മൾ ആക്കിയെടുക്കാൻ ഒരുപാട് ടൈം എടുക്കും. നമ്മൾ നല്ല യൂസ്ഡ് ആവണം, എങ്കിലും നമ്മൾ ഓട്ടോമാറ്റിക്കലി അങ്ങനെ ആയി മാറത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മളിങ്ങനെ തന്നെ പിടിച്ച് ഇത് കുറച്ച് പാടാണ് ഇങ്ങനെ പിടിച്ച് ചെയ്യാം. പക്ഷെ ഇങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ ഞാനിങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമ്മൾ ക്രോസ് ചെയ്യുന്നതിൻ്റെ കൂടെ നമുക്ക് വരും. മറ്റേത് കുറേ പാടാണ്, നമ്മളിങ്ങനെ എടുക്കണം, ഇങ്ങനെ ഇച്ചിരി പാടാണ്. ബിഗിനേഴ്സ് ആയതുകൊണ്ട് കുറച്ച് പാടാണ്, പിന്നെ നമുക്ക് യൂസ്ഡ് ആയിക്കോളും. അങ്ങനെ എൻ്റെ ഫസ്റ്റ് പ്രൊജക്റ്റ് ഞാൻ ചെയ്തു. എന്തായാലും നമ്മൾ ബിഗിനേഴ്സ് ആയതുകൊണ്ട് സിമ്പിളായിട്ടുള്ള എന്തെങ്കിലുമല്ലേ ചെയ്യുന്നത്. അപ്പം ഞാൻ സിമ്പിളായിട്ടുള്ളൊരു സംഭവം ചെയ്തു. സെയിൻസ് വെച്ചിട്ട് ഒരു ക്രോഷറ്റ് ബോ ഉണ്ടാക്കി. ഞാൻ സൈഡിൽ പിക്ചർ കാണിക്കാം. സോ ഇതായിരുന്നു എൻ്റെ ഫസ്റ്റ് ക്രോഷറ്റ് പ്രൊജക്റ്റ്. ഭയങ്കര സിമ്പിളായിരുന്നു, 3 മിനിറ്റ്സിനുള്ളിൽ തീർന്നു. അത്രയ്ക്ക് സിമ്പിളാണ് ഇത് ചെയ്യാനായിട്ട്. വലിയ കാര്യം തന്നെ 3 മിനിറ്റ്സ് എടുത്ത് ഇപ്പോഴാണെങ്കിൽ 1 മിനിറ്റിനുള്ളിൽ ചെയ്ത് തീർക്കാമെന്നുള്ള ഒരു സംഭവം. അങ്ങനെ അത് ചെയ്തു, അതവിടെ കഴിഞ്ഞു. ഇപ്പം നമ്മളൊരു കാര്യം പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ നല്ല രീതിയിൽ അതിന് എഫേർട്ട് ഇട്ടാലേ അത് നല്ല രീതിയിൽ വരത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, എനിക്ക് ടൈം കിട്ടുന്ന സമയത്തെല്ലാം ഞാൻ ഈ ക്രോഷറ്റ് അങ്ങ് ചെയ്യാൻ തുടങ്ങി. സ്വന്തമായിട്ടിരുന്ന് ട്യൂട്ടോറിയൽസ് കണ്ട് ചെയ്യുന്നത് എനിക്ക് ബിഗിനിങ് സ്റ്റേജിൽ ഒട്ടും ഇഷ്ടമല്ലാത്തൊരു കാര്യമായിരുന്നു. ബിക്കോസ് അതിങ്ങനെ നോക്കിയിരുന്ന് പറയുന്ന എല്ലാം കൃത്യമായിട്ട് നമ്മൾ അനലൈസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യണം. അതെനിക്ക് ഭയങ്കര ഇഷ്ടമല്ലാത്തൊരു കാര്യമായിരുന്നു. ബട്ട് എല്ലാം നമുക്ക് ചെയ്യാനും പറ്റത്തില്ല, അത് വേറെ കാര്യം. അങ്ങനെ ഞാൻ സ്വന്തമായിട്ടിരുന്ന് എൻ്റെതായ രീതിയിലാണ് അത് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് കുറേയൊക്കെ നന്നായിട്ട് വന്നു, കുറേയൊക്കെ ഫ്ലോപ്പായെങ്കിലും കുഴപ്പമില്ല. ബിഗിനേഴ്സിന് ഉണ്ടാകാൻ പറ്റുന്ന കൂട്ടത്തെ മിസ്റ്റേക്സ് ഒക്കെ തന്നെ എനിക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു പൗച്ച് ഫ്രീ സ്റ്റൈലായിട്ട് ചെയ്തു, അത് നന്നായിട്ട് വന്നു. അത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്, ഒരു ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, കുറേ മുന്നേ ഇട്ട ഷോർട്സ് ആയിരുന്നു. അപ്പം അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അച്ഛനും ചേച്ചിക്കും കസിൻസിനും ഒക്കെ ഇഷ്ടപ്പെട്ടു. ഞാൻ സ്വന്തമായിട്ട് ചെയ്തെന്ന് പറഞ്ഞു കൊള്ളാം എന്നൊക്കെ പറഞ്ഞ്. പിന്നെ എന്തായിരുന്നു, ഒരു ജെല്ലി ഫിഷിനെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് മാജിക് റിങ് വെച്ചിട്ടാണ് ആക്ച്വലി നമ്മൾ ഈ അമിഗ്രുമീസ്, അതായത് ടോയ്സ് സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ബട്ട് അന്ന് എനിക്ക് ഈ മാജിക് റിങ്ങിൻ്റെ ഒന്നും അറിയത്തില്ലായിരുന്നു. എനിക്ക് മാജിക് റിങ് ഇതിനകത്ത് എല്ലാവരും എത്ര നന്നായില്ലെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ആയിരുന്നു എങ്ങനെ അതങ്ങ് പഠിച്ചെടുത്തത്. അങ്ങനെ ഞാൻ ഉണ്ടാക്കി എൻ്റെ ജെല്ലി ഫിഷും അതുപോലെ തന്നെ പൗച്ചും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇവിടെ വീട്ടിലും കസിൻസിനൊക്കെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ എനിക്ക് തന്നെ ഇമ്പ്രൂവ്മെൻ്റൊക്കെ ഉണ്ടെന്ന് തോന്നിയുണ്ട്. എൻ്റെ ചേച്ചി എനിക്ക് കുറച്ച് യാൻസ് വാങ്ങിച്ചു തന്നു. അപ്പോൾ ഞാൻ അങ്ങനെ ആയിരിക്കുമ്പോഴാണൊരു സൈറ്റ് കണ്ടുപിടിക്കും. നമ്മൾ ഞാൻ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നല്ല സൈറ്റ് കണ്ടുപിടിക്കണമല്ലോ. അങ്ങനെ നല്ല ക്വാളിറ്റി യാണൊക്കെ കിട്ടുന്ന എവിടെയാണെന്ന് ഇങ്ങനെ കണ്ടുപിടിച്ച് ഞാൻ ഒരു സ്ഥലത്തെത്തി. മാജിക് നിഡൽസ് എന്ന് പറഞ്ഞൊരു സൈറ്റ്, ഈ യാൺ ഷോപ്പാണ്. അവിടെ ഈ ക്രോഷറ്റിനുള്ള സംഭവങ്ങളെല്ലാം കിട്ടും. അങ്ങനെ അവിടെ ചെന്ന് കയറിയപ്പോൾ എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം അങ്ങ് വാങ്ങിച്ചാലോ എന്നായിരുന്നു. ബിക്കോസ് എനിക്ക് പോലും അറിയാത്ത ടൈപ്പ് ഓഫ് യാൺസ് കുറേ ഉണ്ടായിരുന്നു അവിടെ. ഈ പ്ലഷീസൊക്കെ ഉണ്ടാക്കുന്നത് ഞാനിപ്പോൾ കറണ്ടായിട്ട് പ്ലഷീസിനൊക്കെ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ അതുപോലത്തെ ചിനാരി യാൺസും എല്ലാം കൂടി കണ്ടപ്പോൾ ഈശ്വര എല്ലാം അങ്ങ് വാങ്ങിച്ചാൽ എന്തൊക്കെ ഉണ്ടാക്കാമായിരുന്നു. സ്വന്തമായിട്ട് ടോയ്സ് ഉണ്ടാക്കാമായിരുന്നു, അങ്ങനെ ഇത്ര ഡ്രസ്സ് ഉണ്ടാക്കാം, അങ്ങനെ ഒരുപാട് ഇങ്ങനെ തോട്ട്സ് ഇങ്ങനെ മനസ്സിൽ വരുമായിരുന്നു. പക്ഷെ എല്ലാം കൂടി വാങ്ങിക്കാൻ നമ്മൾ പറ്റത്തില്ലല്ലോ. അപ്പോൾ ചേച്ചി ഇങ്ങനെ 1K താഴെ വരുന്ന ഒരു ബഡ്ജറ്റിൽ വാങ്ങിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനിങ്ങനെ എനിക്ക് ആവശ്യമുള്ള കുറച്ച് യാൺസ് കളേഴ്സ് ഇങ്ങനെ മനസ്സിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഈ പ്രൊജക്റ്റ് ചെയ്യാം, ഈ പ്രൊജക്റ്റിന് ഈ കളർ, ആ പ്രൊജക്റ്റിന് ആ കളർ എന്ന് പറഞ്ഞ് ഇങ്ങനെ കുറേ കളേഴ്സ് ഇങ്ങനെ മനസ്സിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ പിങ്ക് കളർ വാങ്ങിച്ചു, ബ്ലൂ കളർ വാങ്ങിച്ചു. പിന്നെ റീസെൻ്റായിട്ട് ഞാൻ കഴിഞ്ഞ 2 മാസം മുന്നേ ഒരു വീഡിയോ ഇട്ടായിരുന്നു, ഒരു ക്രോഷറ്റ് ബീനി ചെയ്യുന്നുണ്ട്. ആ യാൺ അന്ന് വാങ്ങിച്ചതാണ്. ഇപ്പം ഒരു 6-7 മാസമായിട്ട് ആ യാൺ എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ എടുത്തില്ല, ബിക്കോസ് എനിക്ക് വീഡിയോ എടുക്കാൻ ടൈം കിട്ടിയില്ല. അതുകൊണ്ട് എനിക്ക് പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റിയില്ല. കുറേ ലാഗ് എടുത്തിട്ടായിരുന്നു അത് ചെയ്തത്. അപ്പോൾ അന്ന് അതിൻ്റെ 2 ബോൾ ഓഫ് യാൺ വാങ്ങിച്ചു, പിങ്ക് വാങ്ങിച്ചു, ബ്ലൂ വാങ്ങിച്ചു. പിന്നെ നമ്മൾ വേറൊരു യാണും കൂടെ ട്രൈ ചെയ്ത് നോക്കണമല്ലോ. അതുകൊണ്ട് ഞാൻ ചിനാൽ യാണിൻ്റെ ഒരു ബ്രൗൺ ഷെയ്ഡ് വാങ്ങിച്ചു, പിന്നെ ഒരു ഓഫ് വൈറ്റ് കളർ വാങ്ങിച്ചു, പിന്നെ ഒരു ബ്ലാക്കും വാങ്ങിച്ചു. ഇത് ഇത്രയും വാങ്ങിച്ചു. അപ്പോൾ മാജിക് മിറേഴ്സിനൊരു സംഭവമുണ്ട്, നമ്മൾ 800 റുപ്പീസിൽ മുകളിൽ ഓർഡർ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഫ്രീ ഷിപ്പിംഗ് കിട്ടും. അങ്ങനെ 800 മുകളിലുള്ളതുകൊണ്ട് എനിക്ക് ഫ്രീ ഷിപ്പിംഗ് കിട്ടി. അങ്ങനെ കുറേ നാൾക്ക് ശേഷം, അതായത് കുറേ അധികം ഒന്നും എടുത്തില്ല, സ്പീഡ് പോസ്റ്റായിട്ടായിരുന്നു വന്നത്. അങ്ങനെ സംഭവം വീട്ടിൽ വന്നു. അങ്ങനെ തുറന്നു നോക്കിയപ്പോൾ അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഇത്ര എക്സ്പെക്ട് ചെയ്യില്ല, ബിക്കോസ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ക്വാളിറ്റി ഒന്നും ഇല്ലാത്ത സാധാരണയാണ്. അത് പെട്ടെന്ന് കുറേ കളേഴ്സൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര എന്താ ചെയ്തോളാൻ വയ്യ, അങ്ങനെ വേണം പറയാൻ. ഞാൻ എല്ലായിടത്തും കണ്ടു, എല്ലാവരെയൊക്കെ കാണിച്ചു.
ഇങ്ങനെ അതൊക്കെ വെച്ചു. അങ്ങനെ ഓരോ പ്രൊജക്ട്സ് ഒക്കെ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ആദ്യമായിട്ടുണ്ടാക്കിയ ഒരു ക്രോഷറ്റ് ഹാർട്ട് ഉണ്ടായിരുന്നു, പിന്നെ ക്രോഷറ്റ് ബോ 2 വീഡിയോ ഇട്ടിട്ടുണ്ട് അതൊക്കെ. അങ്ങനെ പുതിയ യാൺസ് വന്നു, പുതിയ പ്രൊജക്ട്സായി, ബീനി, ക്രോഷറ്റ് ബോ, ടോപ്സ്, ഫ്ലവേഴ്സ്, അങ്ങനെ 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 എൻ്റെ ഗ്രാഫ് ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആയിരുന്നല്ല, ആണ് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും പുതിയ കുറേ പ്രൊജക്ട്സ് എനിക്ക് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ കറണ്ടായിട്ട് ഞാനൊരു പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബണ്ണി പ്ലഷ്, ഒരു റാബിറ്റിൻ്റെ പ്ലഷിയാണ് ഞാൻ ചെയ്യുന്നത്. ബണ്ണി എന്ന് പറയുമ്പോൾ റാബിറ്റ്, ഒരു റാബിറ്റിൻ്റെ പ്ലഷിയാണ് ഇപ്പോൾ കറണ്ടായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊജക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം വെയിറ്റ് ചെയ്യാം. അപ്പോൾ ആ ഒരു പ്രൊജക്റ്റ് ചെയ്യാൻ ഞാൻ എടുത്തേക്കുന്നത് വേറെ ചിനാലിയാൻ തന്നെയാണ്, ബട്ട് വേറെ ബ്രാൻഡിൻ്റെയാണ്, നാക്കോ പാണ്ടയുടെയാണ്. അത് എനിക്ക് വർക്ക് ചെയ്തപ്പോൾ കുറച്ച് അൺകംഫർട്ടബിൾ ആയിട്ട് തോന്നി. പിന്നെ ആലോചിച്ചു ഹോബി സോഴ്സിന് തന്നെ വാങ്ങിച്ചാൽ മതിയായിരുന്നു എന്ന്. എങ്കിലും നമ്മളെപ്പോഴും ഒരു യാൻ തന്നെ യൂസ് ചെയ്താൽ പറ്റില്ല. നമ്മൾ പല യാൻസ് നമ്മൾ യൂസ് ചെയ്ത് നോക്കണം, ഏതൊക്കെ എങ്ങനെയൊക്കെയാണെന്നൊക്കെ നമുക്ക് അറിയണമല്ലോ. അങ്ങനെ വാങ്ങിച്ചതാണ്. എങ്കിലും കുഴപ്പമില്ല. പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഫൈനൽ ഔട്ട്കം നമുക്ക് കാണിക്കുന്നതായിരിക്കും കമ്മിങ് വീഡിയോസിൽ. അപ്പോൾ എന്താ ഇതൊക്കെ ചെയ്യാൻ കാരണം എൻ്റെ ചേച്ചിയാണ് എനിക്ക് യാൻസൊക്കെ വാങ്ങിച്ചു തരുന്നത്. അപ്പോൾ സ്പെഷ്യൽ ക്രെഡിറ്റ്സ് അവൾക്ക് എന്തായാലും ഞാൻ കൊടുക്കണം. അവൾ നല്ല ക്രിയേറ്റീവായിട്ടുള്ള സംഭവങ്ങളൊക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ ചെയ്യുന്നത്, ക്രാഫ്റ്റും കാര്യങ്ങളും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ക്രിയേറ്റീവ് മൈൻഡ് ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടായിരിക്കും എന്നെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇനിയും കുറേ യാൻസൊക്കെ അവൾ എനിക്ക് വാങ്ങിച്ച് തരട്ടെ. ഞാൻ കുറേ ക്രോഷറ്റുകൾ ചെയ്യട്ടെ. അപ്പം ഇതൊക്കെ വാങ്ങിച്ചു തരുന്നതുകൊണ്ട് നമ്മളെന്തെങ്കിലും അങ്ങോട്ടും കൂടി കൊടുക്കണമല്ലോ, താങ്ക്സ് ഗിവിങ് പോലെ. അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കുമല്ലോ, നേരത്തെ ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ടായിരുന്നു. ആളുടെ ബർത്ത്ഡേ ഒക്കെ വരുവാണ്. അപ്പം ബർത്ത്ഡേക്ക് ഞാൻ എന്തെങ്കിലും ഗിഫ്റ്റ് ചെയ്താലോ എന്നൊക്കെ ഞാൻ ആലോചിക്കുകയായിരുന്നു. അപ്പം എൻ്റെ കസിൻസിൻ്റെ ബർത്ത്ഡേ ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഓരോന്ന് പ്രൊജക്ട്സൊക്കെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും ചെയ്ത് കൊടുക്കണം. അതിൻ്റെ വീഡിയോസ് എല്ലാം ഞാൻ കമ്മിങ് വീഡിയോസിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ക്രോഷറ്റ് ജേണിയിൽ ഇതുവരെ സംഭവിച്ചിട്ടുള്ളത്. കുഞ്ഞൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റി. പിന്നെ വലിയ രീതിയിലൊന്നും സെല്ലായില്ലെങ്കിലും കുറച്ച് ഏർണിങ്സ് ഒക്കെ എനിക്ക് കിട്ടി. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ക്രോഷറ്റ് ജേണിയിലുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു വീഡിയോ ഫുള്ള് ഞാൻ സംസാരിക്കുകയാണ്. എത്ര പേര് ഇത് ഫുള്ളും കണ്ടു എന്ന് എനിക്ക് യാതൊരു ഐഡിയ ഇല്ല. എന്തായാലും ഫുള്ള് കണ്ടവർക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട്. ആൻഡ് ഇതെനിക്കൊരു എഫേർട്ട്ലെസ് വീഡിയോ ആയിരിക്കും. കാരണം ഞാൻ ഇങ്ങനെ വെറുതെ ഇരുന്ന് സംസാരിക്കുകയാണ്, എൻ്റെ ജേണി നിങ്ങളോട് ഷെയർ ചെയ്യുകയാണ്. when it comes to crocheting, ഞാൻ ക്യാമറ എടുത്ത് വെക്കണം ഒരിടത്ത്, പിന്നെ അത് ക്രോഷറ്റ് ചെയ്യണം, അതുപോലെ തന്നെ അതെടുക്കണം ഇതെടുക്കണം കട്ട് ചെയ്യണം, അങ്ങനെ ഫുള്ള് ഭയങ്കര പാടുള്ള പരിപാടിയാണ് ഈ ക്രോഷറ്റിങ് ചെയ്തിട്ട് വീഡിയോ എടുക്കുന്നത്. ബട്ട് ഇതെന്ന് പറഞ്ഞാൽ എനിക്ക് ക്യാമറ വെച്ചിട്ട് ഇങ്ങനെ തന്നെ സംസാരിച്ചാൽ മതി. ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങിയ നൃത്തത്തിൽ ഇങ്ങനെ കഥ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പോകും. അപ്പോൾ ഇതും അതുപോലെ ഇങ്ങനെ നീണ്ടുപോയി ഏകദേശം ഒരു 20 minutes കാണും ഏകദേശം ഈ വീഡിയോ എത്തിക്സ്. അപ്പോൾ ഈ വീഡിയോ ഫുള്ള് കണ്ടവർക്ക് ഒരുപാട് താങ്ക്സ് ആൻഡ് ലവ് യു സോ മച്ച് ഗൈസ്. അപ്പോൾ ഡു സപ്പോർട്ട് മീ. എൻ്റെ ക്രോഷറ്റ് ഷോപ്പിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ടെക്സ്റ്റ് ചെയ്താൽ മതി. എൻ്റെ ഇൻസ്റ്റാ അക്കൗണ്ടിൻ്റെ ലിങ്കൊക്കെ ഞാൻ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്, ഐ മീൻ ബയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ചെക്കൗട്ട് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഓർഡർ ചെയ്യണമെങ്കിൽ ഇൻഫോം മീ, ഓക്കെ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. അതുപോലെ തന്നെ കമൻറ്റും കൂടി ചെയ്തിരുന്നു. ഞാൻ എപ്പോഴും കമൻറ്റ് ചെയ്യുമെന്ന് പറയുമ്പോൾ ആരും അങ്ങനെ കമൻറ്റ് ചെയ്യാറില്ല. കുഴപ്പമില്ലെങ്കിലും കമൻറ്റ് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.